പഴഞ്ചൊൽ കഥകൾ. റഫറൻസ്: രചന മനോജ് മനയിൽ. ശബ്ദം നൽകുന്നത് രാഹുൽ HI. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC ബുക്സ് 2021, a DC ബുക്സ് പ്രൊഡക്ഷൻ. അകത്തല്ല പുറത്ത്, പുറത്തല്ല അകത്ത്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയ ഒരു രീതി, ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ചൊല്ല്. മലയാള നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും പ്രധാന ദേവതമാരെ ശ്രീകോവിലിൽ നിന്ന് മാറ്റി മറ്റൊരു ദേവതയെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിന്റെ പേര് തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോഴെങ്കിലും ആദ്യമുണ്ടായിരുന്ന വിഗ്രഹത്തെ അവഗണിക്കാനോ ക്ഷേത്രത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്താനോ പറ്റാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ അവലംബിക്കുന്ന സവിശേഷമായ ഒരു പ്രതിഷ്ഠാരീതിയാണ് അകത്തല്ല പുറത്ത്, പുറത്തല്ല അകത്ത് എന്ന ചൊല്ല്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ ഗുരുവായൂർ ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂരിന്റെ നാമോൽപത്തിയെക്കുറിച്ച് പറഞ്ഞുവരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം യദുവംശത്തിന്റെ നാശത്തിനു ശേഷം ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും കൂടി ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത്രേ. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിക്കുകയാൽ ഈ ക്ഷേത്രമിരുന്ന ഊർ ഗുരുവായൂർ ആയിത്തീരുകയും ചെയ്തു. പണ്ടുകാലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ഐതിഹ്യ കഥകളും അദ്ഭുത കഥകളും പ്രചരിപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂർ എന്ന പേര് പ്രചാരത്തിലാവുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഗുരുവായൂരിന്റെ പഴയ പേരിനെ സംസ്കൃതവൽക്കരിച്ചാണ് ഇപ്പോഴത്തെ പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ നാമം പണ്ടുകാലത്ത് കുരുവയൂർ എന്നായിരുന്നു. AD 14 ശതകത്തിലെ കോക സന്ദേശത്തിൽ ഈ സ്ഥലം കുരുവയൂരാണ്, ഗുരുവായൂരല്ല. കോക സന്ദേശത്തിൽ പറയുന്നു: അമ്പിൽ കൊമ്പിട്ട ചലതനയാം, പിന്നെ നീ പോക പോനാൽ മുന്നിൽ കാണാമഥ കുരുവയൂരൻഡു പേരാം പ്രദേശം. ഗുരുവും വായുവും വിഷ്ണു പ്രതിഷ്ഠ നടത്തിയെന്ന ഐതിഹ്യം പ്രചരിക്കുന്നതിനു മുൻപ് തന്നെ ഇവിടെ ആരാധനയുണ്ടായിരുന്നു. ഭഗവതിയായിരുന്നു പണ്ടുകാലത്ത് ഇവിടെ പ്രതിഷ്ഠ എന്നതിനാലാണ് ഈ സ്ഥലത്തിന് കുരുവയൂർ എന്ന പേരു വരാൻ കാരണമായി പറയുന്നത്. കൊറ്റവേ, കുരുമ്പ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭഗവതി കുടിയിരുന്നതിനാലാണ് കുരുമ്പയൂർ അല്ലെങ്കിൽ കുരുവയൂർ എന്നറിയപ്പെട്ടത്. നാട്ടുരാജാക്കന്മാരെ പോലും ധിക്കരിക്കാൻ കഴിയുന്ന തരത്തിൽ ബ്രാഹ്മണാധിപത്യം ശക്തമാവുകയും പല പേരുകളും തമിഴ് കലർന്ന മലയാളത്തിൽ നിന്നും സംസ്കൃതത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോഴും പേരുകളിൽ നിന്ന് ഊർ എടുത്തു മാറ്റാൻ കഴിഞ്ഞതുമില്ല. അതിനൊരുദാഹരണമാണ് കുരുവയൂർ ഗുരുവായൂരായി മാറിയത്. എന്ന് മാത്രമല്ല, 1558 എഴുതപ്പെട്ട കോഴിക്കോടൻ ഗ്രന്ഥവരികളിലും കുരുവയൂർ എന്നാണ് ഗുരുവായൂരിനെ രേഖപ്പെടുത്തുന്നത്. വേങ്ങനാട് സ്വരൂപവും സാമൂതിരി രാജകുടുംബവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒരു ഗ്രന്ഥവരിയിൽ പറയുന്നു: കുരുവയൂർ വട്ടത്ത്, അതായത് ഗുരുവായൂരിൽ വെച്ച് ഒരു സാമൂതിരി രാജാവ് തീപ്പെട്ടു. തീപ്പെട്ടാൽ തിരുവന്തളിയും, അതായത് മരണാനന്തര ചടങ്ങും അരിയിട്ട് വാഴ്ചയും എല്ലാ നാടുവാഴികളെയും അറിയിക്കണം. എന്നാൽ വേങ്ങനാട് നമ്പിടിയെ തിരുവുള്ളക്കേട് കാരണം പുല അറിയിക്കേണ്ട എന്നാണ് നിശ്ചയം. ഇതിലും കുരുവയൂർ എന്നാണ് പ്രയോഗമെന്ന് ശ്രദ്ധേയം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ കുരുവയൂരിനെ സംസ്കരിച്ചെടുത്ത് ഗുരുപവനപുരം അഥവാ ഗുരുവായൂർ പുരമാക്കി എന്നാണ് പേരുമാറ്റത്തിന് മറ്റൊരു കാരണം പറയുന്നത്. ശാക്തവൈഷ്ണവ സംയോജന കാലത്ത് ദേവിയെ മാറ്റി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചതാവാം എന്നും മറ്റൊരഭിപ്രായമുണ്ട്. ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ പ്രധാന പ്രതിഷ്ഠയാക്കിയപ്പോൾ ദേവിയെ
Sample complete. Ready to continue?